ഏത് നേരത്താണോ എന്തോ എഞ്ചിനീയർ ആവാൻ തോന്നിയത്. നീ എന്തായാലും ഡോക്ടർ ആവായിരുന്നു നന്നായി. എന്താ അല്ലെ പേഷ്യന്റ് ഹാർട്ട് ഇരിക്കേണ്ട സ്ഥലത്ത് ലിവർ ഇരിക്കേണ്ട സ്ഥലത്ത് വേറെ എന്തെങ്കിലും ഇരുന്നു. ലിവർ ഇരിക്കേണ്ട സ്ഥലത്ത് കിഡ്നി ഇരുന്നേനെ. അതെന്താ ശ്വാസം വലിക്കുമ്പോ മൂത്രം പോകും. ഞാൻ നിന്നിട്ട് പാട്ട് പാടും. എന്നാ അങ്ങോട്ട് മാറി. ആനക്കാര്യം പറയുമ്പോഴാണ് അവന്റെ ചേനക്കാര്യം. ചേനക്കാരിയോ? നിനക്കൊക്കെ പാട്ട് പാടാൻ പറ്റുന്ന അസൂയ. ഒന്നിനും ഞാൻ തന്നെ സഹോദരനല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്തിടോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എന്റെ പേരെന്തായിരുന്നു? അൽഫാം. അൽഫാമല്ലടാ, ഷവായി. എന്താ ചെറുക്കാൻ നിനക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് അൽത്തഫ് അല്ല അൽഫാമാണ്. അൽഫാം അല്ല അൽത്തഫാണെന്ന്. നമുക്ക് ഒരു മന്തി കഴിക്കാൻ പോയല്ലോ. എപ്പോഴാ? ഇപ്പഴൊന്നുമില്ല, വീട്ടിൽ പൂജപ്പുര പോവാം. നമുക്ക് അടുത്തുള്ള വല്ല കടയിലും പോവാം. ഒന്നും പറ്റത്തില്ല. എങ്ങാനും കൊള്ളില്ല, വെട്ടുഞ്ഞേ. വെട്ടു. 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ തട്ടുകട കൊണ്ടുവന്നിരിക്കും. ചെറുക്ക നിന്റെ സ്വഭാവം അറിഞ്ഞൂടാ. കുറച്ച് ഓവറാണ്. ഞാൻ കസ്റ്റമർ. ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഞാൻ വേണേ വിചാരിച്ച വേണേ കട അങ്ങ് പൊക്കി കയറ്റാം, വേണേ താഴ്ത്തി തരിപ്പണമാക്കാം. കെ എന്നൊക്കെ പറഞ്ഞ 0.05K. ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാം, അല്ല ചിലപ്പോ ഞാൻ അവനെ ഇടിക്കും. മാറിയിരിക്കണായിരിക്കും നിനക്ക് വലുത്. ഇന്നലെ ഈ കടയിൽ നിന്നാ ഞാൻ കഴിച്ചേ. ഇന്നലത്തെ ഫുഡ് കിടിലായിരുന്നു, ഒരു രക്ഷയില്ല. ഇന്നത്തെ ഫുഡ് ഇത്ര പോരാ. അല്ല സാർ, അല്ല അങ്ങനെ വരില്ല. ഇന്നലത്തെ ഫുഡ് പൊളിയാണ്, പക്ഷെ ഇന്നത്തെ പോരാ. ഇല്ല സാർ, അങ്ങനെ വഴിയില്ല. ഇന്നലത്തെ ഫുഡ് കിരണമാണ്, ഇന്നത്തെ ഫുഡും കിരണമാണ്. അല്ലല്ല ഇല്ല സാർ, ഇല്ല, അങ്ങനെ വെറുതെ ഇല്ല. അത്ര ഉറപ്പ്. കാരണം ഇന്നലെ കിരണ അതേ ഫുഡാണ്.